ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ചെമ്മീൻ വെച്ചൊരു റെസിപ്പി ആയാലോ? ഞാനിത് വീട്ടിലുണ്ടാക്കിയപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി നിങ്ങളുമൊത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയൊന്നും ചേർക്കുന്നില്ല. ചെമ്മീനിലേക്ക് ചേർക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. നമ്മൾ ചേർക്കലില്ല, ചേർക്കൊന്നുമില്ല കേട്ടോ. ഇത് കുഴക്കുമ്പോൾ ഡ്രൈ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ടയും ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് വെച്ച് കുഴക്കുന്നതാവും നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഓപ്ഷണലാണ് മുട്ട. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 രീതിയിലും നല്ല ടേസ്റ്റാണ്. ഞാൻ മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. പഴംപൊരിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറച്ച് മതി കേട്ടോ, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചെമ്മീനിലും അതുപോലെ ബാറ്ററിലൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ കുറച്ച് ഉപ്പ് മതി കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ആ ബാറ്ററിലേക്ക് ഓരോരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട്, അതായത് നന്നായിട്ട് അതിൽ മുക്കിയിട്ട് ചെമ്മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ആ ബാറ്റർ എത്തുന്ന രീതിയിൽ മുക്കിയെടുക്കാം. ഇനി അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതുമ്മ കോട്ട് ചെയ്യുക, നന്നായിട്ട് അതുമ്മ പിടിപ്പിക്കുക. നമ്മുടെ മിക്സ് അതുമ്മ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ടാണ് കേട്ടോ കോട്ട് ചെയ്യുന്നത്. കാരണം 2 ഡിപ്പ് ചെയ്ത കൈ കൊണ്ട് തന്നെ ആകുമ്പോൾ ചിലപ്പം നമ്മുടെ മിക്സ് അവിടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, മൈദപ്പൊടി കട്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മൾ ഈ കോട്ട് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് ഉൾഭാഗം ചെമ്മീൻ വേവാതെ വരും. ലോ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടത്. അധികം നെരിയാൻ പാടില്ല. അധികം നെരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും